മാർക്കറ്റ് നമ്മൾ വേൾഡ് വൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ലീഡ് ചെയ്യുന്നത് പ്രധാനമായിട്ട് രണ്ട് കമ്പനികളാണ്. ഒരുപാട് വാഹന നിർമ്മാതാക്കൾ വാഹനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും നമുക്കറിയാലോ മാർക്കറ്റിൽ എപ്പോഴും ലീഡ് ചെയ്യുന്ന കമ്പനികളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. വേൾഡ് മാർക്കറ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കമ്പനി ടെസ്ലയാണ്. രംഗത്ത് ആദ്യമായിട്ട് സക്സസ് ആയതും എനിക്ക് തോന്നുന്നു ടെസ്ല തന്നെയാണ്. ടെസ്ലയുടെ വാഹനങ്ങൾ എന്നതിനപ്പുറം അത് കൂടുതൽ മികച്ച ഫീച്ചേഴ്സ് കൊണ്ടുവന്ന, നമുക്കറിയാലോ ഡ്രൈവറിന് വിശ്രമിക്കാം, ഓടിക്കേണ്ട കാര്യമില്ല, മാപ്പിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മിണ്ടാതിരുന്ന് ഉറങ്ങിയാലും മതി. അത്തരത്തിൽ വളരെയധികം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു വാഹന കമ്പനിയാണ് ടെസ്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉൾപ്പെടെ ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ ടെസ്ല വളരെയധികം വിറ്റഴിക്കുന്നുണ്ട്. രണ്ടാമത്തെ ബ്രാൻഡ് എന്ന് പറയുന്നത് ചൈനീസ് ബ്രാൻഡ് ആയിട്ടുള്ള BYD ആണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പോലും BYD ലഭ്യമാണ്. ധാരാളം ആരാധകർ BYDക്ക് ഉണ്ട്. മികച്ച വ്യത്യസ്തമായ ഡിസൈനുകളിൽ ലഭ്യമാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ബാറ്ററി, മികച്ച ക്വാളിറ്റിയിലുള്ള ബാറ്ററികളാണ് വാഹനം ഈ ഒരു BYD വാഹനത്തിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും ഒറ്റ ചാർജിൽ തന്നെ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ടെസ്ലയെ ചലഞ്ച് ചെയ്യുന്ന വേൾഡിലെ ഒരു വലിയ ബ്രാൻഡാണ് BYD. ഇതിന്റെ കീഴിൽ ഒരുപാട് ചെറിയ ചെറിയ ബ്രാൻഡുകൾ വേറെയും ചൈനയിലുണ്ട്. വളരെയധികം മനോഹരമായ ഡിസൈൻസിലുള്ള വാഹനങ്ങളാണ് കേട്ടോ ചൈന പുറത്തിറക്കുന്നത്. നമ്മൾ ചൈനയെ പല കാര്യങ്ങളിൽ വിമർശിക്കുമെങ്കിലും ചൈനീസ് വാഹന നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അവർ ശരിക്കും ഓൾറെഡി ഗ്ലോബലി അവർ US കമ്പനികളെയും യൂറോപ്യൻ കമ്പനികളെയും ചലഞ്ച് ചെയ്ത് കഴിഞ്ഞു. BYD ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളെ ഭയത്തോടെയാണ് ജർമ്മൻ ബ്രാൻഡുകളും ജാപ്പനീസ് ബ്രാൻഡുകളും പോലും നോക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഈ ലക്ഷറി വാഹനങ്ങൾക്ക് നേരത്തെ വളരെ വലിയ വിലയായിരുന്നു. എന്നാൽ വളരെ ചീപ്പായിട്ടുള്ള വിലയ്ക്ക്, ഓൾറെഡി വളരെ ചീപ്പായിട്ടുള്ള വിലയ്ക്ക്, അഫോർഡബിൾ ആയിട്ടുള്ള വിലയ്ക്ക് മികച്ച ഫീച്ചേഴ്സ് ഉള്ള ലക്ഷറീസ് വാഹനങ്ങളാണ് BYD ഉൾപ്പെടെയുള്ള ചൈനീസ് ബ്രാൻഡുകൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ചൈനീസ് വിപണിയിൽ മാത്രമല്ല, യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ തന്നെ ഈ ചൈനീസ് വാഹനങ്ങൾ വളരെയധികം പോപ്പുലർ ആവുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പക്ഷെ ഇവർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് പല ബ്രാൻഡുകളും ആഫ്റ്റർ സർവീസ് വളരെയധികം പുവറാണെന്നുള്ള റെസ്പോൺസ് ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത് ക്വാളിറ്റി ഒരു ഫാക്ടറാണ്. ഇപ്പം BYD അത്യാവശ്യം നല്ല ക്വാളിറ്റി വാഹനങ്ങളാണ് നിർമ്മിക്കുന്നതെങ്കിൽ, എന്നാൽ മറ്റു പല ബ്രാൻഡുകളും അങ്ങനെയല്ല. കാണാൻ ഒരു ആനച്ചന്തം ഉണ്ടാവും, അടിപൊളി ഡിസൈൻ ആയിരിക്കും, ഫീച്ചർ റിച്ച് ആയിരിക്കും. പക്ഷേ ഈ വാഹനങ്ങളിൽ പലതും കാലക്രമേണ ഒരുപാട് കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. മറ്റു പല ജർമ്മൻ യൂറോപ്യൻ ബ്രാൻഡുകളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കുറെ കൂടി ഈട് നിൽക്കുന്ന വാഹനങ്ങളല്ല. പെട്ടെന്ന് തന്നെ കംപ്ലൈൻസ് വരും, നമ്മൾ പഴയ ചൈന ഫോൺ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ. പക്ഷെ എന്നാലും അഫോർഡബിൾ റേറ്റിൽ ഇത് കിട്ടുന്നത് കൊണ്ട് ആൾക്കാർ വാങ്ങും. ഇപ്പോൾ 1 കോടിയുടെ ഒരു വാഹനത്തിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് 20 ലക്ഷത്തിന്റെ 25 ലക്ഷത്തിന്റെ വാഹനത്തിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും മിഡിൽ ക്ലാസ്സിന് പോലും എടുക്കാൻ പറ്റുന്ന നിലയിലേക്ക് അത് മാറും. സോ അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു പോപ്പുലാരിറ്റി മാർക്കറ്റിൽ ചൈനീസ് ബ്രാൻഡിന്റെ വാഹനങ്ങൾക്കുണ്ട്. അപ്പൊ അതിൽ തന്നെ പോപ്പുലർ ആണ് BYD എന്ന് പറയുന്നത്. ടെസ്ലയും BYDയും ലീഡ് ചെയ്യുന്ന ഒരു വേൾഡ് മാർക്കറ്റിൽ ഇന്ത്യക്ക് ഇതുവരെയും കാര്യമായിട്ടുള്ള ഒരു റോള് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് ഓൾറെഡി ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. നേരത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ വാഹനങ്ങൾ കൊണ്ടുവന്ന് വിപ്ലവം സൃഷ്ടിക്കുന്നത് ടാറ്റയാണ്. ടാറ്റ വാഹനങ്ങൾ തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നത് എന്നതിൽ തർക്കമില്ല. നിലവിലെ മോഡലുകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ടാറ്റ പുതിയ കിടിലൻ വാഹനങ്ങളുമായിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം. പഴയ ടാറ്റയുടെ പല വളരെ പോപ്പുലർ ആയിട്ടുള്ള വാഹനങ്ങളും അതിൻ്റെയൊക്കെ വെർഷൻസ് വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻസിൽ ടാറ്റ വൈകാതെ തന്നെ പുറത്തിറക്കാനും പോകുന്നുണ്ട്. സോ ടാറ്റ എന്തായാലും മാർക്കറ്റിൽ വളരെ വലിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. വേൾഡ് മാർക്കറ്റിലേക്ക് ടാറ്റ കയറും, അല്ലെങ്കിൽ അവർ ആ ഒരു സ്ഥാനം നേടിയെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയിൽ നിന്ന് രണ്ടാമത് മറ്റൊരു ബ്രാൻഡ് ഇപ്പോൾ ടാറ്റയെ പോലും ചലഞ്ച് ചെയ്തുകൊണ്ട്, ടാറ്റയെ മാത്രമല്ല സാക്ഷാൽ ടെസ്ലയെയും അതുപോലെ തന്നെ BYDയെയും ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു ബ്രാൻഡ് രംഗത്ത് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അല്ലേ. നമ്മൾ പറഞ്ഞു വരുന്നത് എന്തിനെ കുറിച്ചാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ടെസ്ലയുടെ പല വാഹനങ്ങൾക്കും BYDയുടെ പല വാഹനങ്ങൾക്കും പോലും വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുള്ള ഒരു കിഡിലൻ മഹീന്ദ്രയുടെ വാഹനത്തെ കുറിച്ചാണ്, BE6E എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ ഒരു വാഹനം, ഇതിന്റെ ഡിസൈൻ, ഇതിന്റെ ഫീച്ചേഴ്സ്, ഇതെല്ലാം തന്നെ ഒരുപക്ഷെ മാർക്കറ്റിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ്. ടാറ്റയുടെ കർവ് എന്ന് പറയുന്ന വാഹനം, അതിന്റെ പുറത്തിറങ്ങിയ സമയത്ത് അത് വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വാഹനമായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ സാമാന്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആ വാഹനത്തിന് കിട്ടുന്നുണ്ട്. ടാറ്റയുടെ വാഹനങ്ങൾക്കെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഇന്ത്യൻ വിപണിയിൽ കിട്ടുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കറിയാം മഹീന്ദ്ര അവരുടെ 5 ഡോർ ജീപ്പുമായിട്ട് വരുന്നു. ഥാർ ഓൾറെഡി വളരെ പോപ്പുലർ ആയിരുന്നു. ഇപ്പോൾ 5 ഡോർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പുറമെ അവരുടെ സ്കോർപിയോ എൻ എന്ന് പറയുന്ന മോഡൽ വളരെ പോപ്പുലറായി. 700 എന്ന് പറയുന്ന മോഡൽ വളരെ പോപ്പുലറായി. അതിന് പുറകെയാണ് ഇപ്പോൾ മഹീന്ദ്ര സത്യത്തിൽ ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ പോലും ഞെട്ടിക്കുന്ന 2 വാഹനങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. മഹീന്ദ്രയുടെ നോർമൽ 3 ഡോർ ഥാർ വന്നപ്പോൾ തന്നെ അത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. അതിനുശേഷം നമുക്കറിയാം സ്കോർപിയോ എൻ എന്ന് പറയുന്ന വാഹനം അത് വേറെ നെക്സ്റ്റ് ലെവൽ വാഹനമായിരുന്നു. XUV 700 എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ വളരെയധികം ഫീച്ചേഴ്സ് കിട്ടുന്ന മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു വാഹനമായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ മഹീന്ദ്ര അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള XEV 9e എന്ന് പറയുന്ന മോഡലും BE6e എന്ന് പറയുന്ന മോഡലും കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ BE6e എന്ന് പറയുന്നത് വേറെ ലെവൽ വണ്ടി തന്നെയാണ്. നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും ഈ ടെസ്ലയുടെ സൈബർ ട്രക്ക് അത് വളരെയധികം വിമർശനങ്ങൾ നേരിട്ടൊരു ഡിസൈനാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ ആണെന്ന് പറയുമ്പോൾ തന്നെ അത് പലർക്കും അത്ര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ അല്ല. അതിൻ്റെ പോരായ്മകൾ, അതിനകത്ത് കുറേ പോരായ്മകളുണ്ട് ആ ഡിസൈനിനകത്ത്. അത് വളരെയധികം ഫീച്ചേഴ്സ് ഉള്ള വളരെ സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന വണ്ടിയാണെന്ന് പറയുമ്പോൾ തന്നെയും അതിനകത്ത് പല പോരായ്മകളുമുണ്ട്. ആ പോരായ്മകളൊക്കെ നികത്തിക്കൊണ്ട് അതിനെപ്പോലും കവച്ചു വെക്കുന്ന ഒരു ഡിസൈനുമായിട്ടാണ് മഹീന്ദ്ര വന്നിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. 20 ലക്ഷം രൂപ മുതൽ ഒരു കിഡിലൻ വാഹനം, അതായത് വളരെയധികം ലക്ഷറി വാഹനങ്ങൾ മാത്രം നൽകുന്ന ഫീച്ചേഴ്സ് റോഡിൽ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കിപ്പോകുന്ന ഡിസൈൻ, അതായത് കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറയാം. അത്രയും മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ. മഹീന്ദ്ര ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. EV മാർക്കറ്റിനെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന 2 മോഡൽസ്. അതിൽ തന്നെ നേരത്തെ പറഞ്ഞ BE6e ഇതൊരു തരംഗം സൃഷ്ടിക്കും. ഇത് ടാറ്റയ്ക്ക് പോലും വലിയ ചലഞ്ചാണ്. അതുകൊണ്ട് തന്നെ ടാറ്റയുടെ വാഹനങ്ങളും ഇതിനോട് കിടപിടിക്കുന്ന ഡിസൈനുകൾ നമുക്ക് ഇനിയുള്ള വർഷങ്ങളിൽ കാണാൻ പറ്റും. ഇപ്പൊ ഇന്ത്യൻ വിപണിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള, ലോകത്ത് സാമാന്യം നല്ല സാന്നിധ്യമുള്ള 2 ബ്രാൻഡുകളാണ് ടാറ്റയും മഹീന്ദ്രയും. മഹീന്ദ്രയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയെ കൂടാതെ മഹീന്ദ്രയ്ക്ക് നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ഇവിടെയൊക്കെ തന്നെ സൗത്ത് ഏഷ്യയിൽ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ സെയിൽസ് ഉണ്ട്. ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്ക, കെനിയ, നൈജീരിയ, മൊറോക്കോ, ടുണീഷ്യ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ മഹീന്ദ്രയുടെ SUVകളും പിക്കപ്പ് ട്രക്കുകളും ട്രാക്ടറുകളും ഒക്കെ വിൽക്കുന്നുണ്ട്. സൗത്ത് അമേരിക്കയിലെ ചിലെ, ബ്രസീൽ, പെറു തുടങ്ങിയ രാജ്യങ്ങളിൽ SUVകളും ട്രാക്ടറുകളും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ SUVകളും മഹീന്ദ്രയുടെ യൂട്ടിലിറ്റി വെഹിക്കിൾസും അവർ സെയിൽ ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ UAE, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ അവർ ഫോക്കസ് ചെയ്തുകൊണ്ട് SUVകൾ, പ്രത്യേകിച്ച് സ്കോർപിയോ, പിന്നെ ബൊലേറോ പോലെയുള്ള വാഹനങ്ങൾ, ഓഫ് റോഡ് വാഹനങ്ങൾ, കൊമേഴ്ഷ്യൽ വാഹനങ്ങളൊക്കെ ആയിട്ട് അവർ വിൽക്കുന്നുണ്ട്. യൂറോപ്പിൽ ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിൽ മഹീന്ദ്രയ്ക്ക് SUVകൾ ധാരാളമായിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളും ഇവിടെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സാങ്യോങ് എന്നൊക്കെ പറയുന്ന ബ്രാൻഡുമായിട്ട് അന്നിപ്പോൾ അത് മഹീന്ദ്രയുടെ ഉടമസ്ഥതയിലാണ്, കൊളാബറേഷൻസ് ചെയ്യുന്നുണ്ട്. KG മൊബിലിറ്റി എന്ന് പറയുന്ന ബ്രാൻഡ് അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. സോ അവിടെ പല പാർട്ട്നേഴ്സിനെയും ഉണ്ടാക്കി പല ബ്രാൻഡുകളെയും മഹീന്ദ്ര സ്വന്തമാക്കിക്കൊണ്ടാണ് യൂറോപ്പിൽ മഹീന്ദ്ര പിടിമുറുക്കുന്നത്. US മഹീന്ദ്രയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീപ്പ് അവിടെയുള്ള US ബ്രാൻഡുമായിട്ട് ഒരു പ്രശ്നത്തിൽ എത്തിയിട്ടുണ്ട്. ആ പേരും നമ്മുടെ ഥാറിന്റെ ഒക്കെ ഡിസൈൻസ് ഒക്കെ US ബ്രാൻഡുമായിട്ട് ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് അവിടെ അവർക്ക് എല്ലാ വാഹനങ്ങളും വിൽക്കാൻ പറ്റില്ല. പക്ഷേ മഹീന്ദ്രയുടെ ട്രാക്ടറുകൾ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒക്കെ US മഹീന്ദ്ര ഓൾറെഡി വിൽക്കുന്നുണ്ട്. ഇപ്പൊ മഹീന്ദ്ര പുറത്തിറക്കിയിരിക്കുന്ന ഈ BE6e എന്ന് പറയുന്നത് നിലവിലുള്ള BYD, ടെസ്ല വാഹനങ്ങളും അത് ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സും അതിന്റെ വേരിയൻസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള വാഹനമാണ് മഹീന്ദ്ര ഇറക്കിയിരിക്കുന്നത്. അതായത് BYDക്കും ടെസ്ലയ്ക്കും ഇതൊരു വലിയ ഒരു തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. അതിന്റെ കാരണം ഇത്രയും കാലം ടെസ്ലയും BYDയും ലീഡ് ചെയ്തിരുന്ന മാർക്കറ്റിലേക്ക് ഒരു പുതിയ ബ്രാൻഡ് വരികയാണ്, പുതിയൊരു മോഡൽ വാഹനം എത്തിയിരിക്കുകയാണ്. ഇതൊരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഇന്ത്യൻ ബ്രാൻഡുകളുടെ പ്രത്യേകത ഇസ്രോയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇസ്രോ റോക്കറ്റ് അയക്കുന്ന, അല്ലെങ്കിൽ മൂണിലേക്ക് ഒരു മിഷൻ ചെയ്യുമ്പോൾ വേണ്ടി വരുന്ന പൈസ, ആ പൈസ കൊണ്ട് അമേരിക്കക്കാർക്ക് ഒരു സിനിമ പിടിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രയും ചീപ്പായിട്ടാണ് ഇന്ത്യ ഓരോ മിഷൻസും ചെയ്യുന്നത്. അതുപോലെയാണ് മഹീന്ദ്രയും ടാറ്റയും ഒക്കെ. അവര് ഇന്ത്യയുടെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന വാഹനങ്ങൾ വളരെയധികം അഫോർഡബിൾ ആയിരിക്കും. ഇന്ന് എല്ലാ മനുഷ്യരും വളരെ റേറ്റ് കുറച്ച് മികച്ച ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ വാങ്ങുക, പ്രോഡക്റ്റുകൾ വാങ്ങുക എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം. മഹീന്ദ്രയ്ക്ക് ഒരു വിശ്വാസമുണ്ട്. അത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, അവർക്ക് എവിടെയൊക്കെ പ്രസൻസ് ഉണ്ടോ അവിടെയൊക്കെ ഒരു വിശ്വാസമുണ്ട്. അത് സേഫ്റ്റി അടക്കമുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്.
ആഫ്റ്റർ സർവീസ് ആണെങ്കിലും മികച്ച പേരാണ് മഹേന്ദ്രയ്ക്കുള്ളത്. ആ മഹേന്ദ്ര ഒരു പുതിയ വാഹനവുമായിട്ട് വരുമ്പോൾ ആഗോളതലത്തിൽ അതിന് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ടെസ്ലയ്ക്കും BYDക്കും ഒരു പുതിയ ഒരു എതിരാളി ആഗോള തലത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ മഹീന്ദ്രയും ടാറ്റയും ഒക്കെ ഇന്ത്യൻ വിപണിയിൽ വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും അത് ഒരിക്കലും ടെസ്ലയ്ക്കും BYDക്കും നേരിട്ട് ഒരു തരത്തിലും ഒരു എതിരാളി എന്ന് പറയാവുന്ന സാഹചര്യമേ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മഹേന്ദ്ര പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ BE60 എന്ന് പറയുന്നത് ടെസ്ലയ്ക്കും അതുപോലെ BYDക്കും ഒരു പണി തന്നെയായിരിക്കും. കാരണം ഇത് ഒരു തുടക്കം മാത്രമാണ്. ഈ മഹീന്ദ്രയുടെ പ്ലാൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. BE അഥവാ ബോൺ ഇലക്ട്രിക് എന്ന് പറയുന്ന ആ ഒരു ലൈനപ്പില് ഇപ്പൊ BE60 എന്ന് പറയുന്ന മോഡലാണല്ലോ ഇവിടെ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരുടെ പ്ലാൻ വളരെ വലുതാണ്. ഈ BEയിൽ അവർ ഒരുപാട് മോഡൽസ് അവരുടെ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് BE5 എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നുണ്ട്, അതുപോലെ BE7 ഉണ്ട്, BE60 ഉണ്ട്. അങ്ങനെ അവർ റിവീൽ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള ഈ ഒരു ലൈനപ്പിൽ വലിയൊരു നിര തന്നെ വാഹനങ്ങൾ ഇനിയും പുറത്തിറങ്ങാനുണ്ട്. ആദ്യമായിട്ട് ഇറങ്ങിയത് തന്നെ ഈ ലെവലിലുള്ള ഒരു വാഹനമാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും മികച്ച മോഡൽസും ഡിസൈൻസിലും ഒക്കെ ആയിരിക്കും അവർ പുതിയ വാഹനങ്ങൾ ഇറക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആഗോള തലത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് വേൾഡില് EV മാർക്കറ്റിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന 2 ബ്രാൻഡുകളെയാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇവരുടെ പൊട്ടൻഷ്യൽ? യൂറോപ്യൻ മാർക്കറ്റിലുള്ള ഇവരുടെ പൊട്ടൻഷ്യൽ ഹൈ ആണെന്നാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. യൂറോപ്പിൽ വലിയൊരു ഡിമാൻഡ് ഈ ഒരു വാഹനത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചൈനയുമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന പ്രശ്നങ്ങളും ഇന്ത്യൻ ബ്രാൻഡിനെ സഹായിക്കാൻ സാധ്യതയുണ്ട്. ചൈന യൂറോപ്പ് ഇഷ്യൂ ഇപ്പോൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ബ്രാൻഡിന് വളരെയധികം സാധ്യതകൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല നോർത്ത് അമേരിക്കയാണ്. നോർത്ത് അമേരിക്കയിൽ US-ലും കാനഡയിലും തീർച്ചയായും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ കാനഡയിൽ ഭരണമാറ്റം ഉണ്ടായെങ്കിലേ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. US-ൽ ചിലപ്പോൾ ഇത് വളരെയധികം സാധ്യത കാണുന്നുണ്ട്. പക്ഷേ യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിമിറ്റഡ് ആണ്. ഷോർട്ട് ടൈമിലേക്ക്, നമ്മൾ ലോങ് ടേമിലേക്ക് ചിലപ്പോൾ വളരെയധികം സക്സസ് ആവാം. ഷോർട്ട് ടൈമിലേക്ക് ലിമിറ്റഡ് ആയിരിക്കും എന്തായാലും. എന്നാൽ ഗൾഫിലെ കാര്യം, അവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ വളരെ ഹൈ ആണ്. മഹീന്ദ്ര ഓൾറെഡി അവിടെ ഉള്ള ഒരു ബ്രാൻഡാണ്. SUVയുടെ രൂപത്തിലും യൂട്ടിലിറ്റി വെഹിക്കിൾസിന്റെ രൂപത്തിലൊക്കെ അവിടെ ഉള്ളതാണ്. അപ്പോൾ വളരെയധികം അഫോർഡബിൾ പ്രൈസും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ട്രസ്റ്റും സേഫ്റ്റിയും ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് വളരെ വലിയ സാധ്യതയാണ് അവിടെ മഹീന്ദ്രയ്ക്കുള്ളത്. ആഫ്രിക്കൻ കോണ്ടിനെന്റിലും മഹീന്ദ്രയ്ക്ക് അനന്തമായ സാധ്യതകളാണ് ഈ പുതിയ മോഡൽ തുറന്നിടുന്നത്. മഹീന്ദ്രയുടെ BE60 എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ അവരുടെ ഒരു ബ്രാൻഡായിട്ട് മാറാൻ പോവുകയാണ്. ഇന്ത്യയിലും ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കയിലും അതുപോലെ ആഫ്രിക്കയിലും ഒക്കെ ആയിട്ട് മഹീന്ദ്രയുടെ വാഹനങ്ങൾ വളരെ വലിയ രീതിയിൽ ഇനി ശക്തമായൊരു മാർക്കറ്റ് പിടിക്കുന്ന നിലയിലേക്ക് എത്തും. അത് തീർച്ചയായിട്ടും BYD പോലെ ഒരു ആഗോള ബ്രാൻഡാക്കി ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡായ മഹീന്ദ്രയെ മാറ്റുമെന്നത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അത്രയും മികച്ച ഒരു ഡിസൈനുമായിട്ടാണ് ഇപ്പോൾ മഹീന്ദ്ര വന്നിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.